നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. നിൻ ജീവൻ പേർക്കാൻ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശുക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യമാ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള വിചാരങ്ങളിലൂടെ ഞങ്ങളെ നയിക്കുന്ന പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമണികളിലൂടെ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളെ സ്വീകരിച്ച് സകല ലോകത്തിൻ്റെയും നാഥയും ജനപഥങ്ങളുടെ സംരക്ഷകയുമായ അമ്മയോടൊപ്പം കൂടുതൽ ആഴം തേടാൻ ഞങ്ങളെ ഒരുക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ വല്ലാണ്ട് ഹൃദയത്തിലൊന്ന് സ്നേഹിച്ച് ലാളിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ അഭിഷേകത്തോടുകൂടെ 10 ദിനങ്ങൾ നാം പിന്നിട്ടു. ഈ അനുഗ്രഹീതമായ 11ാമത്തെ ദിവസം ഏറെ നിയോഗങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനകളായി ചേർത്തുവെച്ചതും ചേർക്കാനുള്ളതും നമ്മുടെ കൈകളിലുണ്ട്. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് ജീവിതത്തിൻ്റെ ഏതു പ്രതിസന്ധിയിലും ഒരു വിശ്വാസിക്ക് അമ്മ നൽകുന്ന ഒരു ഉറപ്പിനെ കുറിച്ചാണ് പറയാൻ ഇഷ്ടപ്പെടുക. മറിയം അഭയനഗരമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം, അത് വ്യക്തിപരമാകാം, കുടുംബപരമാകാം, സമൂഹാത്മകമാകാം, ഏതു വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കണത് ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട്, സങ്കടം പറയുമ്പം അത് മടികൂടാന്നൊന്ന് കേൾക്കാനായിട്ട്, നൊമ്പരം ഒപ്പിയെടുക്കാനാവില്ലെങ്കിലും ഒപ്പമിരിക്കാനായിട്ട് ആരേലുമൊക്കെ തീരുമാനിക്കുമ്പം, സന്നദ്ധമാകുമ്പം നാം അനുഭവിക്കുന്ന ആത്മസുഖം അത് വാക്കുകൾക്ക് വർണ്ണിച്ചെടുക്കാനാവില്ല. അതുകൊണ്ടാണ് ബോബി അച്ഛനൊരു കുറിപ്പിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുക, സാരമില്ല പോട്ടെ എന്നൊക്കെ പറയുന്ന ഇടം തേടി ആളുകൾ അലയുന്ന ഒരു പുതുകാലത്തിലാണ് നമ്മൾ. സോഷ്യൽ മീഡിയയും നമ്മുടെ പൊതുകാലത്തിൻ്റെ അന്വേഷണങ്ങളും കണ്ടെത്തലുകളുമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സുഖം പ്രദാനം ചെയ്യില്ല. അതിങ്ങനെ നമ്മളോട് ചെറുതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ, പ്രതികൂലതകളെ, സങ്കടങ്ങളെ, നൊമ്പരങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള മറുമാർഗങ്ങളൊന്നും അതിനറിയില്ല, അതൊട്ട് പറയുകയുമില്ല, പഠിപ്പിക്കുകയുമില്ല. അവിടെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്. അമ്മ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഏതു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും അഭയമായി മാറുന്ന പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് സഭയുടെ ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞു വയ്ക്കും, വളരെ കൃത്യതയോട് അൽഫോൻസ് ലിഗോരി പുണ്യവൻ പറയുന്നുണ്ട്, മറിയം നമുക്ക് അഭയനഗരമാണ്. എല്ലാവിധ പാപികൾക്കും അവളിൽ അഭയം കണ്ടെത്താൻ കഴിയും. നമ്മൾ കർത്താവിനോട് കൃപയും പാപമോചനവും യാചിക്കാൻ ദയവും ലജ്ജയുമുള്ളവരാണ് എങ്കിൽ മറിയമെന്ന സങ്കേതത്തിൽ നാം അഭയം തേടിയാൽ അമ്മ നമുക്ക് വേണ്ടി ഏതു പ്രതിസന്ധിയിലും ഈ അഭയമായ ദൈവത്തിൽ മാധ്യസ്ഥം തേടിക്കൊണ്ടിരിക്കും. കുറേ ജീവിതങ്ങളെ ഞാനിങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ട്.
ജീവിതം വല്ലാണ്ട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയി മരണം കൺമുൻപിൽ കണ്ട് മുൻപോട്ടുള്ള യാത്ര ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതി വാഹനമെടുത്തിങ്ങനെ എവിടെയെങ്കിലും പോയി മരിക്കാമെന്ന് വിചാരിച്ച് വേഗത്തിൽ ഓടിച്ച് കടന്നു പോകുമ്പം ഉള്ളിലിങ്ങനെ ആരോ ഒരു മന്ത്രിക്കുന്നത് പോലെ ഒരു തോന്നൽ, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി. സഹോദരനോട് പറയും, അറിഞ്ഞുകൊണ്ടൊന്നും അല്ലച്ചോ, ജീവിതത്തിൽ എപ്പോഴൊക്കെയോ മാതാപിതാക്കൾ പഠിപ്പിച്ചതും പൂർവികരിന്ന് കൈമാറി കിട്ടിയതുമായ ഈ ഒരു ആത്മീയ വിചാരം ഇങ്ങനെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയായപ്പം അറിയാതെ ഞാൻ ഈ മന്ത്രം, പ്രാർത്ഥനയുടെ പുണ്യപ്പെട്ട മന്ത്രം എത്രയും ദയുള്ള മാതാവേ എന്നത് ആവർത്തിച്ചു ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോഴെൻ്റെ ഉള്ളിൽ മറ്റൊരു വിളി ഉണ്ടാവുകയാണ്, ഒരു തോന്നലുണ്ടാവുകയാണ്. ഇന്നയിടത്തൊരു നിത്യാരാധനാ ചാപ്പലുണ്ട്, അവിടെ പോയി അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കണം. വേഗം വണ്ടി അങ്ങോട്ട് നിത്യാരാധനാ ചാപ്പലിൽ ചെന്നു. ഞാനവിടെ 1.5 മണിക്കൂർ ഇരുന്നുവെന്നല്ലാതെ ഒന്നും പ്രാർത്ഥിച്ചതെൻ്റെ ഓർമ്മയിൽ പോലുമില്ല, ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അന്ന് ഈ പരിശുദ്ധ അമ്മയോടുള്ള ആത്മബന്ധം ഒരെത്രയും ദയുള്ള മാതാവിൻ്റെ രൂപത്തിൽ എൻ്റെ ഉള്ളിൽ ഒന്ന് മിടിച്ചില്ലായിരുന്നുവെങ്കിൽ, ഒരു തോന്നലായിട്ടുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ല. അന്നെന്നെ ദിവികാരുണ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പരിശുദ്ധ അമ്മയാണ്. ആ സന്നിധാനത്ത് പോയിട്ട് വീണ്ടും ഞാൻ കൃപയോടുകൂടി ഓർക്കുന്നു, ഞാനൊന്നും പ്രാർത്ഥിച്ചതായി ഓർമ്മിക്കുന്നില്ല. പക്ഷേ ഒരു തൂവലിൻ്റെ ലാഘവത്തോടു കൂടിയിട്ട് എനിക്ക് ആ നിത്യാരാധനയുടെ കൂടാരം വിട്ട് എൻ്റെ വീട്ടിലേക്ക് മടങ്ങാൻ പിന്നീട് ഇന്ന് വരെയും അത്തരമൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ശാലോമിൻ്റെ പ്രേക്ഷകരെ, ഒരു കാര്യം മനസ്സിൽ അടിവരയിട്ട് പറഞ്ഞുകൊള്ളുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന അഭയനഗരമായ അമ്മയുടെ അരികിൽ ജീവിതത്തെ, നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ, സ്വപ്നങ്ങളെ എല്ലാം ചേർത്തു വയ്ക്കാൻ കഴിയുന്ന ആത്മബലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ അമ്മയും നമുക്കുമിടയിൽ ഒരടുപ്പത്തിൻ്റെ ശരീരഭാഷ, ഒരാത്മീയതയുടെ സുഖമുള്ള ഭാഷ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു കൃപയുടെ ചൈതന്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? പിന്നീടങ്ങോട്ട് ജീവിതത്തിനുണ്ടാകുന്ന മാറ്റം വിസ്മയകരമാണ്. അതുകൊണ്ടാണ് സംഗീത പുസ്തകം 35 നമ്മൾ വായിക്കുന്നുണ്ട്, അജ്ഞതയാൽ മാരകപാപം ചെയ്തവരെ ദൈവജനത്തിൽ നിന്നും അകറ്റി നിർത്താനായി മോശ കൽപ്പിച്ച പ്രകാരം അഭയനഗരങ്ങൾ അഥവാ സങ്കേത നഗരങ്ങൾ സ്ഥാപിച്ചതിനെക്കുറിച്ച്. എന്ന് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ അജ്ഞത വഴിയും പാപം വഴിയായിട്ടും ഇസ്രായേലിൻ്റെ ജീവിതം തമ്പുരാനിൽ നിന്നും ദൈവത്തിൻ്റെ കൃപാവഴിയിൽ നിന്നും അകലത്തേക്ക് മാറിയപ്പം കൃത്യമായിട്ടും വചനം ഓർമ്മപ്പെടുത്തുകയാണ്, ഒരഭയനഗരം അവിടെ രൂപപ്പെടുത്തപ്പെടുന്നു. വിശ്വാസികളുടെ ജീവിതത്തിൽ എപ്പോഴും തുറന്നു കിടക്കുന്ന, ഏത് സമയത്തും അവന് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു പുണ്യപ്പെട്ട അഭയനഗരത്തിൻ്റെ പേരാണ് പരിശുദ്ധയമ്മ. അതുകൊണ്ട് ഒക്ടോബർ മാസം എന്ന് പറയുന്നത് ഈ അഭയനഗരത്തിൻ്റെ അടിമയായിട്ട് ഇതിൻ്റെ അകത്തളങ്ങളിലെ അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് മാറാനുള്ള വിളിയുടെ കാലമാണ് പ്രിയപ്പെട്ടവരെ. ലോകത്തിൻ്റെ ആനന്ദങ്ങളും സന്തോഷങ്ങളും ആശ്രയങ്ങളും അഭയങ്ങളുമൊക്കെ അതിനൊക്കെ ഒരുപാട് പരിമിതിയുണ്ടെന്നേ. ചിലപ്പം സമയം തെറ്റിയാൽ, നെറ്റ്വർക്ക് ഇല്ലാതെ പോയാൽ, സാധ്യതകൾ അടഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നും അഭയം കിട്ടില്ല. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ ധ്യാനത്തിന് ചെന്നപ്പം ദുഃഖവെള്ളിയാഴ്ച പ്രസംഗത്തിനിടയിൽ വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ദുഃഖവെള്ളിക്കും ഈസ്റ്ററിനുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തേടിപ്പിടിച്ച ആളുകൾ പള്ളിയിലോട്ട് വരും. അവർക്ക് മുൻപ് പള്ളി പരിചയമില്ല. ഇപ്പം ഈ ഗൂഗിൾ മാപ്പ് നോക്കി പള്ളിയിലോട്ട് വരുന്ന ആളുകൾ, സത്യം പറഞ്ഞാൽ അവരോട് ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഇന്ന് ഈ ഗൂഗിൾ മാപ്പ് മടങ്ങിപ്പോകാൻ നേരത്ത് ഓഫായി പോയാൽ ഈ ദേവാലയത്തിനകത്ത് വന്നിരിക്കുന്ന പല ആളുകളും ഒരിക്കൽ ആദ്യമായിട്ട് ഈ പള്ളിയിൽ വരുന്ന കുറേ ആളുകൾ വീട്ടിലോട്ട് പോകാൻ വഴി അറിയാതെ അവിടെ തന്നെ ഇരിക്കും, മടങ്ങിപ്പോകാനാവില്ല. അതുകൊണ്ടൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ പോലെ നമുക്ക് അമ്മയിൽ അഭയം തേടാൻ കഴിയുമോ? അമ്മയാകുന്ന ഈ അഭയനഗരത്തോട് ചേർന്ന് ജീവിതത്തെ ഒന്ന് രൂപപ്പെടുത്താൻ കഴിയുമോ? അതുകൊണ്ടാണ് മറിയം അഭയനഗരമാണ്, മറിയം പാപികളുടെ സങ്കേതമാണ്, മറിയം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഉടറുന്ന അനുഭവങ്ങൾക്കൊക്കെയും ബലമായിട്ടും കരുത്തായിട്ടും മാറുന്ന സ്വർഗത്തിൻ്റെ കൃപാവഴിയാണ്. ആത്മീയ പിതാക്കന്മാർ പറയും, ഏതു കഠിനപാപിയും മാതൃസ്നേഹത്തിൻ്റെ ആ വാത്സല്യത്തണലിൽ അമ്മയോടൊന്ന് ചേർന്ന് നിന്നാൽ, വനവഞ്ചർ ഉണ്ണിയാൻ പറയാം, നീ നിൻ്റെ ജീവിതത്തിൽ ഏതു പ്രതിസന്ധിയുടെ അഗാധ ഗർത്തത്തിലാണെങ്കിലും
പടുകുഴിയിലാണെങ്കിലും നീ അമ്മേ എന്നൊന്ന് വിളിച്ചാൽ, അമ്മയെ ഒന്ന് വിളിക്കാൻ തീരുമാനമെടുത്താൽ അറിയാതെ നിൻ്റെ ആ അഗാധങ്ങളെ അത്ഭുതകരമായിട്ട് ഉയർത്താൻ കഴിയും. ജോൺ പോൾ പാപ്പയുടെ ജീവിതം നമുക്ക് ഏവർക്കും പരിചിതമല്ലേ? മരണത്തെ കൺമുൻപിൽ കണ്ടുകൊണ്ട് ദേവാലയത്തിൻ്റെ മുൻപിലുള്ള ഓടയിൽ വളരെ ഭയാനകമായി കഴിഞ്ഞിരുന്ന സമയത്ത് അമ്മയെ ഞാൻ നിൻ്റേത് എന്ന ഒറ്റ വിളി കൊണ്ട് അത്ഭുതത്തോടുകൂടെ അമ്മ പിടിച്ചുയർത്തിയതും പിന്നീട് അങ്ങോട്ട് പൗരോഹിത്യത്തിലേക്കും മെത്രാൻ പദവിയിലേക്കും അത് കർദിനാൾ പദവിയിലേക്കും ഒടുവിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിട്ടും ഉയർത്തപ്പെടുമ്പം ഒട്ടും പിന്തിരിയാതെ അമ്മയെ ഞാൻ നിൻ്റേത് എന്ന ആപ്തവാക്യം കൊണ്ട് ജീവിച്ച ആ പുണ്യജീവിതം നമ്മൾ ഈ ഒക്ടോബറിൽ ലോകത്തിൻ്റെ മറ്റ് വിചാരങ്ങളോടൊക്കെ വിട പറഞ്ഞിട്ട് ഈ കാലത്തിൻ്റെ പല പ്രത്യേകതകളോടും ഒന്ന് നോ പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയ്ക്കൊപ്പം എൻ്റെ ജീവിതത്തിൻ്റെ അഭയം, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കേതം, എനിക്ക് സാന്ത്വനം, ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തെല്ലൊന്ന് ക്ഷീണിക്കുമ്പം എന്നെ താങ്ങി തഴുകി തലോടി നടത്തുന്നവൾ, എൻ്റെ അരികിൽ വന്നിരുന്ന് മകനെ എന്ന് വിളിച്ച് എന്നെ മാറോട് ചേർക്കുന്നവൾ, അത് പരിശുദ്ധ അമ്മയാണ് എന്നോർക്കണം. വിശുദ്ധ ഗ്രിഗരിയുടെ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. വിശുദ്ധൻ ഓർമ്മപ്പെടുത്തുകയാണ്, ശരിക്കും ശത്രുക്കൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പം, പാപത്തിൻ്റെ കെണിയിൽ നാം പെട്ടുപോകുമ്പം അമ്മയെന്ന് പറയുന്ന അഭയമാണ് നാം തേടേണ്ടത്. ഇങ്ങനെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഈ അഭയമായ അമ്മയെ, സങ്കേതമായ അമ്മയെ ധ്യാനിക്കണം. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നുണ്ട്, ഓടുക ആദമേ, ഓ ഹവ്വായെ നീ ഓടുക, ദൈവത്തെ മുറിവേൽപ്പിച്ചവരുടെ മക്കളെ ഓടുക, മരച്ചുവട്ടിലേക്കല്ല കന്യകാമറിയത്തിൻ്റെ മടിത്തട്ടിലേക്ക് ഓടിക്കയറി അവിടെ അഭയം തേടുക. നമ്മൾ ഈ ലോകത്തിൻ്റെ ആനന്ദവും സുഖവും സന്തോഷവും ക്ഷണികങ്ങളായ അനുഭവങ്ങളൊക്കെയും തേടി വല്ലാണ്ട് അലയുമ്പം വിശുദ്ധൻ പറയുക, അൽഫോൻസ് ലിഗോരി പുണ്യവാൻ പറയുക, നിങ്ങളിങ്ങനെ വല്ലാണ്ട് അവിടെയും എവിടെയും അതും ഇതുമൊക്കെ തേടി നടന്നിട്ട് ജീവിതത്തിൽ സങ്കടമല്ലാതെ, നൊമ്പരമല്ലാതെ, ഭാരമല്ലാതെ, തളർച്ചയല്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല. യൂറോപ്പിലൊക്കെ നമുക്ക് കാണാം, വീക്കെൻഡുകളിൽ ഇങ്ങനെ ആളുകളിങ്ങനെ പായുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഈ അധ്വാനത്തിൻ്റെ ആലസ്യം മാറ്റാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആ സ്ട്രെയിനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, പിരിമുറുക്കമൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ യാത്ര ചെയ്ത് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആളുകളിങ്ങനെ ജീവിതത്തിൻ്റെ ആനന്ദം മടക്കി പിടിക്കാൻ വേണ്ടിയിട്ട് അഭയം തേടി അലയാണ്. ചിലർ മദ്യത്തിലും, ഇനിയൊരു പറ്റം ആളുകൾ മയക്കുമരുന്നിലും, വേറെ ചില ആളുകൾ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ ആസ്വദിച്ചും ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് അവസാനം തിങ്കളാഴ്ച ജോലിക്ക് മടങ്ങുമ്പം അവൾ പഴയതിനേക്കാൾ ക്ഷീണിതമായി മാറുകയാണ്. വിശ്വാസമുള്ളവൻ തമ്പുരാൻ്റെ അഭയസങ്കേതത്തിൽ പോയിട്ട് അമ്മയ്ക്കൊപ്പമുള്ള വിരിപ്പിൻ്റെ ആത്മസുഖം വാക്കുകൾക്ക് വർണ്ണിക്കാനാവില്ല. ഏത് സങ്കടവും ഏത് നൊമ്പരവും ഈ അമ്മ സ്നേഹത്തിൽ അലിഞ്ഞില്ലാണ്ടാവും. അമ്മത്തലോടലിൽ അത് അഗ്നിയുടെ അരികിലുള്ള പുൽനാമ്പ് പോലായി മാറും. നമുക്കും സ്നേഹത്തോടെ ഈ ദിനങ്ങളിലെ മുഴുവൻ പ്രാർത്ഥനകളെയും വീണ്ടും ഒന്ന് മനസ്സിലോർത്തിട്ട് ഈ അമ്മ എൻ്റെ ജീവിതത്തിൻ്റെ ഈ സഹനക്കടൽ നീന്തിക്കിടക്കാൻ, സങ്കടത്തിൻ്റെ ആഴങ്ങളെ കൃപയോടൊന്ന് അതിജീവിക്കാൻ എന്നെ സഹായിക്കും. നമുക്കൊന്ന് വിശ്വസിക്കാം. നമ്മുടെ നാട്ടിലും ഇന്ന് ഈ പിക്നിക് ട്രെൻഡ് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അവധിയുണ്ടെങ്കിൽ ആളുകളിങ്ങനെ പാഞ്ഞ് നടക്കുകയാണ്, എവിടെങ്കിലുമൊക്കെ പോകണം. ഇതൊരു സങ്കടകരമാണ്. ആർക്കും ആത്മീയതയുടെ തീരം തേടിയിട്ട് അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാൻ സമയമില്ല. വീക്കെൻഡുകൾ പലതും ഇനി ദേവാലയങ്ങൾ ശൂന്യമാകുന്ന ഒരു സങ്കടകാലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? വീക്കെൻഡുകളിൽ സമയം കിട്ടുമ്പം എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിതത്തിൻ്റെ എന്തൊക്കെയോ തിരികെ പിടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ അറിയാതെ പോകുന്നത് അത്തരമിടങ്ങളൊന്നും ഈ അമ്മ നൽകുന്ന അഭയം പോലെ, അമ്മ നൽകുന്ന ആശ്വാസം പോലെ, അമ്മ നൽകുന്ന സങ്കേതത്തിൻ്റെ സുഖം പോലെ നൽകില്ല എന്നറിയണം. അതുകൊണ്ട് ഈ ലോകം മുഴുവനും ഇന്നോടി നടക്കുന്ന ഈ സങ്കടത്തിൻ്റെ നൊമ്പരത്തിൻ്റെ ഇടങ്ങളിൽ അമ്മയുടെ ഇടപെടൽ നമുക്കൊന്ന് യാചിക്കാം. നമുക്ക് സ്നേഹപൂർവ്വം പരിശുദ്ധ അമ്മയോട് ചേർന്ന് അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാം. ഈ ഒക്ടോബറിൽ അമ്മ നമ്മളെ ഇങ്ങനെ ദിവികാരുണ്യത്തിൻ്റെ മാതാവ് നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ ദിവികാരുണ്യത്തിൽ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിന് അഭയം ഒരുക്കി വച്ചിരിക്കുകയാണ്. അമ്മ ഇങ്ങനെ വളരെ പ്രതീക്ഷയോടെ തൻ്റെ ഹൃദയമൊരുക്കി, തൻ്റെ ജീവിതമൊരുക്കി നമ്മെ മാടി വിളിക്കുന്നുണ്ട്. നമുക്കും
ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ സ്നേഹപൂർവ്വം പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടത്തെ, നൊമ്പരത്തെ, വേദനകളെ, കുട്ടിമുട്ടിക്കാനാവാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ജപമാലയുടെ ആ മണികളോട് ചേർത്തിട്ട്, ആ പ്രാർത്ഥനകളോട് ചേർത്തിട്ട് ഈ കാരുണ്യത്തിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരാം. സ്നേഹപൂർവ്വം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിട്ട് സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയോട് പറയണം, അമ്മേ, ഞങ്ങളിങ്ങനെ ജീവിതത്തിൽ അഭയം തേടി അലഞ്ഞ ജീവിതാനുഭവങ്ങളെ വെറുതെ ഒന്ന് വായിച്ചെടുത്തോട്ടെ. മദ്യത്തിൽ അഭയം തേടിയിട്ടുണ്ട്, മയക്കുമരുന്നിൽ അഭയം തേടിയിട്ടുണ്ട്, ബന്ധങ്ങൾ സുഖം തരുമെന്ന് കരുതിയിട്ട് അവിടെ അധിക നേരം ആവോളം ചെലവഴിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ സുഖമോഹങ്ങൾ തേടി വല്ലാണ്ട് അലഞ്ഞിട്ടുണ്ട്. നെറ്റിലും ഓൺലൈൻ സംവിധാനത്തിലും പുതുകാലത്തിൻ്റെ പുതിയ സാധ്യതകളിലുമൊക്കെ വല്ലാണ്ട് ഞങ്ങൾ തേടലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. തേടിയത് കണ്ടെത്തി മടങ്ങുമ്പം പഴയതിലും വലിയ സങ്കടം. വലിയ സമ്പത്തുള്ളവരും ലോകത്തിൻ്റെ നെറുകയോളം സൗന്ദര്യത്തിൻ്റെ പേരിൽ എത്തിയവരുമൊക്കെ ഒടുവിൽ ആത്മഹത്യ ചെയ്യുന്നു. കാരണം തേടുമ്പം എന്തോ സംതിങ് ഇസ് മിസ്സിങ്, എന്തോ ഒരു വല്ലാത്ത വിടവുണ്ട്. ഞങ്ങൾ തിരിച്ചറിയുന്നു, അമ്മയാണ് ഞങ്ങളുടെ അഭയം, ആശ്രയം അമ്മയാണ്, സങ്കേതം അമ്മയാണ്, സാന്ത്വനം അമ്മയാണ്, സമാശ്വാസം ഇവിടെയുണ്ട്. അമ്മേ അഭയം നീ, അമ്മേ ശരണം നീ, അമ്മേ അഭയം നീയേ, അമ്മേ ശരണം നീയേ. കണ്ണീർ തുടച്ച് മാറോട് ചേർത്ത് രാരിരം പാടുമെന്നമ്മ. പരിശുദ്ധ അമ്മേ, ജീവിതത്തിൽ ഇന്നോളം ഞങ്ങൾ അനുഭവിക്കാത്തൊരാത്മസുഖം ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ അമ്മയ്ക്കരികിൽ ആ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ തണൽ പറ്റിയിരിക്കുമ്പം ഞങ്ങൾ അനുഭവിക്കുകയാണ്. ആരോരുമില്ലെന്ന് തോന്നുന്ന ഈ അവസ്ഥകളിൽ, ഒറ്റയാക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ നൊമ്പരത്തിൻ്റെ അനുഭവങ്ങളിൽ അമ്മ മാതാവേ, മധ്യസ്ഥം തേടണം, ഞങ്ങൾക്കതിനുള്ള കൃപ തരണം. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, പ്രാർത്ഥിക്കാൻ പറ്റണില്ല, സ്നേഹിക്കാൻ പറ്റണില്ല, ഒന്നിനോടും ഒരു താല്പര്യമില്ല, നന്മ ചെയ്യാൻ തോന്നുന്നില്ല, എല്ലാവരോടും എല്ലാത്തിനോടും മടുപ്പനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ മരവിച്ച അവസ്ഥകൾ. അവിടെ നമുക്ക് അമ്മേ എന്നൊന്ന് വിളിക്കാൻ പറ്റുമോ? വെറുതെ ഈ മാതൃരൂപത്തിൻ്റെ മുമ്പിൽ, ആ മാതൃസ്നേഹത്തിൻ്റെ തണലിൽ ഒന്നിരിക്കാൻ പറ്റുമോ? അഭയം അതാണ് പ്രിയപ്പെട്ടവരെ. ഈ ഒക്ടോബർ ഈ നഷ്ടപ്പെട്ടു പോയ അഭയ ഇടത്തെ തൊട്ടുണർത്താനുള്ള, വിളിച്ചുണർത്താനുള്ള നാളുകൾ. കൂടുതൽ ജപമാല ചൊല്ലുമ്പം അമ്മയ്ക്കും നമുക്കുമിടയിൽ ആത്മബന്ധം ആഴമുള്ളതായി മാറും. കൂടുതൽ പ്രാർത്ഥിച്ചു കഴിയുമ്പം അമ്മയ്ക്കും നമുക്കുമിടയിൽ വലിയ ദൈവകൃപയുടെ സാധ്യതകൾ ഒരുക്കപ്പെടും. ഒരു കാണാച്ചരട് എനിക്കും അമ്മയ്ക്കുമിടയിൽ സ്വർഗം അങ്ങ് രൂപപ്പെടുത്തും. അമ്മയോട് നമുക്ക് പറയാം, അമ്മേ, നാളിതുവരെ നീ കൂടെ ഒപ്പമായിരുന്നിട്ടും അറിഞ്ഞില്ല ഞങ്ങൾ. അമ്മയെ അവഗണിച്ചു. പല സഭയ്ക്ക് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരും ആദ്യം ശ്രമിക്കുക നമ്മെ അമ്മയിൽ നിന്ന് അകറ്റാനാണ്. ഈ പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ അകന്നാൽ, ഈ അമ്മയുടെ സ്നേഹവലയത്തിൽ നിന്ന്, ആ സ്നേഹത്തിൻ്റെ ഓർബിറ്റിൽ നിന്ന് നമ്മൾ പുറത്തു പോയാൽ പിന്നെ ഒരു കൈവിട്ട കളിയാണ്. പിന്നെ ഒരിക്കലും നമുക്ക് ആ താളവും രാഗവും ശ്രുതിയും സംഗീതവും സാന്ദ്രതയും ഒന്നും മടക്കി പിടിക്കാനാവില്ല. അതുകൊണ്ട്
ഒരിക്കൽ പോലും ഈ അമ്മയെ വിട്ടുപേക്ഷിക്കാൻ അനുവദിക്കരുത് എന്നൊന്ന് പ്രാർത്ഥിച്ചേ. സ്നേഹത്തോട് അമ്മയോടൊന്ന് പറഞ്ഞ് കൈപിടിച്ച് നടത്തിയ ഉണ്ണിയേശുവിനെ കാൽവരിയോളം വഴി നടത്തി അമ്മേ, ഞങ്ങളും ജീവിതത്തിൻ്റെ ചെറിയ കാൽവരി അനുഭവങ്ങളൊക്കെയും എങ്ങനെ ഞങ്ങളുടെ മുമ്പിലുണ്ടാകുമ്പം മറക്കാതെ, ഒരിക്കലും മറക്കാതെ അമ്മയാകുന്ന അഭയത്തിലേക്ക് കണ്ണും നട്ടിരിക്കാൻ, ചേർന്ന് നിൽക്കാൻ കൃപ തരില്ലേ അമ്മേ? സ്വർഗപിതാവെനിക്കായി തന്ന സ്നേഹനിധിയാണെന്നമ്മ. ജീവിതകാലം മുഴുവനുമേ ജപമാല ചൊല്ലി സ്തുതിക്കാം. ജീവിതകാലം മുഴുവനുമേ ജപമാല ചൊല്ലി സ്തുതിക്കാം. അമ്മേ അഭയം നീയേ, അമ്മേ ശരണം നീയേ, അമ്മേ അഭയം നീയേ, അമ്മേ ശരണം നീയേ. നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും വീണ്ടും ഓർമ്മിക്കാം. ഈ അഭയമായ ദിവ്യകാരുണ്യത്തിൽ ആവശ്യമുള്ള ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും അഭയമായ ദിവ്യകാരുണ്യം, ഈ അഭയത്തിലേക്കാണ് അമ്മ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ആശ്വാസ തീരത്തേക്കാണ് അമ്മ നമ്മളെ നയിക്കുന്നത്. ഒന്നുറപ്പിക്കാം, മുൻപേ നടന്നവൾ, വഴികാട്ടിയായവൾ, മാർഗദർശിയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെന്തിനു ഭയപ്പെടണം? ഇതാരും പോകാത്ത പാതയൊന്നുമല്ല. നൂറ്റാണ്ടുകളായിട്ട് വിശുദ്ധർ നടന്ന പാതയാണ്. 2000 കൊല്ലമായിട്ട് അമ്മയെന്നും നമ്മെ ചേർത്തു പിടിച്ച് നമ്മുടെ പൂർവികരെ വഴി നടത്തിയ അഭയഗേഹമാണ്. നമുക്കും അവിടെ തന്നെ ജീവിതം കൊടുക്കാം, സമ്പൂർണമായിട്ട് സമർപ്പിക്കാം. എല്ലാ വേദനകളെ, സഹനങ്ങളെ, ലോകത്തിൻ്റെ ഒരുപാട് ദുഃഖങ്ങളെ, യുദ്ധങ്ങൾ, മറ്റു പല രാജ്യങ്ങളും ഇങ്ങനെ യുദ്ധത്തിൻ്റെ വക്കിലാണ്. എന്തൊരു താളക്രമമില്ലാത്ത അതിക്രമങ്ങളുടെ, അരാജകത്വത്തിൻ്റെ, സങ്കടത്തിൻ്റെ ഒരുപാട് കഥകളല്ലേ പറയാനുള്ളത്. മഹാമാരി പിന്നിട്ട് വലിയ ദുരന്തത്തെ അതിജീവിച്ച് നാം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പം ഇടുത്തി പോലെ വന്നുകൊണ്ടിരിക്കുക. അമ്മയോട് ചേർന്ന് ഈ ആശ്വാസ നിമിഷങ്ങളിൽ വേറൊന്നും പ്രാർത്ഥിക്കണ്ട. എനിക്ക് ഈ അഭയത്തെ തിരികെ പിടിക്കണം. അവിടെ എനിക്ക് ഭയം കൂടാതെ, ഒരു ശങ്കയുമില്ലാതെ, ആദിവ്യാധികളൊന്നുമില്ലാതെ, ആകുലതയില്ലാതെ ആ താരാട്ടിൻ്റെ, സ്നേഹത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ തണൽ, സുഖമുള്ള ഇടം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ വേണ്ടി ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയിലേക്കെന്നെ ചേർക്കുമമ്മ, ഈശോയിലേക്കെന്നെ നടത്തുമമ്മ, ഈശോയിലേക്കെന്നെ ചേർക്കുമമ്മ, ഈശോയിലേക്കെന്നെ നടത്തുമമ്മ. ആരാധന 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 ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. താതന്റെ ഏകകുമാര രക്ഷകനാം ഈശോനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. താതന്റെ ഏകകുമാര രക്ഷകനാം ഈശോനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. താതന്റെ ഏകകുമാര രക്ഷകനാം ഈശോനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496 266 4600, 0496 266 4664. മെസ്സേജ് അയക്കാൻ വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ prayer@shalomonline.net.